ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് കന്നിമാസത്തിൽ നമുക്ക് കൂടുതലും ഭാഗ്യ അനുഭവങ്ങൾ സിദ്ധിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ്. ആദ്യമായിട്ട് ഇടവരാശിയാണ്. ഇടവരാശിക്കാർക്ക് വന്നിട്ട് ഈ വേഴം ധനസ്ഥാനത്ത് ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അറിയാമല്ലോ. കാർത്തികയുടെ മുക്കാൽ, രോഹിണി മകരത്തിൻ്റെ അധിപതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേഴം ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി സ്ഥാനത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവിധമായ ദൈവാനുഗ്രഹവും ഉണ്ട്. ഇറങ്ങുന്ന കാര്യങ്ങൾ സഫലമാകും, ധന പുരോഗതി ഉണ്ടാകും എന്നാണ്. അതിൽ ഈ വീട് രണ്ടിൽ നിൽക്കുന്ന വേഴം പറയുമ്പോൾ ഗ്രഹനിർമ്മാണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഗ്രഹം മോടി കൂട്ടുകയോ ഒക്കെ ചെയ്യാനുള്ള അവസരം വേഴത്തെ കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ധനപരമായ പുരോഗതിയും കാണുന്നു. തൊഴിൽ രംഗത്ത് ശമ്പള വർധനവൊക്കെ കിട്ടുന്നതിനും സാധ്യതയായിട്ട് കാണുന്നു. പിന്നെ ഈ സന്താനകാരകനായതുകൊണ്ട് തന്നെ സന്താന ഭാഗ്യവും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ നല്ല അനുഭവങ്ങൾ വേഴം തരും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വേഴത്തെ കൊണ്ട് നമുക്ക് ഗുണഫലം തന്നെയാണ് ഉള്ളത്. അത് ഒരു 60% വരെ നമുക്ക് ഗുണഫലം കിട്ടും. അത് പറയാനുള്ള കാരണം ഈ ശനിയുടെ ദൃഷ്ടി വേഴത്തിനുള്ളതിനാൽ. അപ്പോൾ വേഴം നമുക്ക് ഗുണഫലം ഉറപ്പായിട്ട് നൽകുന്നുണ്ട്, ദൈവാനുഗ്രഹമുണ്ട്. ഇനി എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ രോഗശമനം കാണുന്നു. നേരത്തെ ഉണ്ടായിട്ടുള്ള നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടും അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിന് ശനിയുടെ ദൃഷ്ടി വേഴത്തിനുള്ളതുകൊണ്ട് ശനിപ്രീതി കൂടി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഇടവരാശിയെ സംബന്ധിച്ച് കൂടുതലും ഭാഗ്യ അനുഭവങ്ങളാണ് ഉള്ളത്. എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകും. ഇനി പറയുന്ന മിഥുനമാണ്. ഈ മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർതം, മുക്കാലാണ്. ഇവർക്ക് വേഴം ആ രാശിയിൽ നിലനിൽക്കുന്നു. എന്നിട്ട് നിങ്ങളെ 5-ാം ഭാവത്തിലോട്ട് ദൃഷ്ടി, 7-ലോട്ടും ദൃഷ്ടി, 9-ലോട്ട് ദൃഷ്ടി. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ ദൃഷ്ടി കൊണ്ടുള്ള ഭാഗ്യ അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും. വേഴത്തെ കൊണ്ട് എല്ലാ യാത്രാസ്ഥാനം ശുഭമാകും. വിവാഹാദി കാര്യങ്ങൾ, പിന്നെ ക്രയവിക്രയങ്ങൾ, സന്താനങ്ങളുടെ അവരുടെ ഉന്നമനം, പിന്നെ ഈ സന്താനം ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് സന്താന ലബ്ധി, അതുമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ യാത്രകൾ വിദേശ യാത്രയാവാം, തീർത്ഥാടനമാവാം, അങ്ങനെയുള്ള എല്ലാവിധമായ കാര്യങ്ങൾ നടക്കുമെന്നാണ് ഈ മിഥുന രാശിക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് ഈ ശനിയുടെ ദൃഷ്ടി ആ രാശിയിലോട്ട് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ശനിപ്രീതി കൂടി ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാഗ്യം തന്നെ ഉണ്ടാകും. ശനിപ്രീതി ചെയ്യുക. പിന്നെ ഭാഗ്യസ്ഥാനം 9-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. അപ്പോൾ രാഹുവിനെ കൂടി പ്രീതിപ്പെടുത്തേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവിധമായ ഐശ്വര്യവും മിഥുന രാശിക്കാർക്ക് കിട്ടുന്നതാണ്. ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, കാല്. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഈ അവിഷ്ടസ്ഥാനം എന്ന് പറയും 11-ൽ വേഴം നിൽക്കുന്നു. അത് എല്ലാവിധമായ ഐശ്വര്യവും പ്രദാനം ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ യാത്രാഗുണം, പിന്നെ മംഗളകരമായ കാര്യങ്ങൾ, വിവാഹ ജീവിതം, പിന്നെ സന്താനഭാഗ്യം, പിന്നെ ക്രയവിക്രയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ, പിന്നെ തീർത്ഥാടനം പോലെയുള്ള യാത്രകൾ എല്ലാം സഫലമായി വരും എന്ന് വേഴം സൂചിപ്പിക്കുന്നു. ഇതൊക്കെ വേഴത്തെ കൊണ്ട് നമുക്ക് ഗുണഫലമാണ് ഉറപ്പായിട്ടുള്ളത്. എന്നാൽ ആ രാശിയിൽ കേതു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാഗരാജ്യ പ്രീതി കൂടി ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാഗ്യം തന്നെ കിട്ടും. ഇനി പറയുന്നത് തുലാമാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാൽ. നിങ്ങൾക്ക് വന്നിട്ട് ഭാഗ്യസ്ഥാനത്ത് വേഴം നിൽക്കുന്നു. എല്ലാവിധമായ ഭാഗ്യവും കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത്.
ഭൗതികമായിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങൾ, ക്രയവിക്രയങ്ങൾ, പിന്നെ വിവാഹാധികാരികൾ, ഗൃഹനിർമ്മാണം, ഗൃഹം ഓടികൂട്ടൽ, പിന്നെ വാഹനലബ്ധി, അങ്ങനെ പിന്നെ തീർത്ഥാടനം, അങ്ങനെയുള്ള എല്ലാവിധമായ കാര്യങ്ങളും ഈ നടക്കും എന്ന് തന്നെയാണ് വേഴം പറയുന്നത്. പിന്നെ നിങ്ങളുടെ 2ാം ഭാവം ധനാധിപനും നിവർത്തിസ്ഥാനപതിയുമായ ചൊവ്വ ആ രാശിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ചൊവ്വയെ ഈ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് വേഴം ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ അതും ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളും നടക്കും. ക്രയവിക്രയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ നടക്കുന്നതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വന്നിട്ട് സുബ്രഹ്മണ്യ പ്രീതി അത് ചെയ്യുക. ഭൂമി സംബന്ധിച്ചുള്ള ക്രയവിക്രയങ്ങൾ നടക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നടക്കും. സുബ്രഹ്മണ്യ പ്രീതി കൂടി ചെയ്യുക. പിന്നെ അഞ്ചിൽ രാഹുണ്ട്. ചില വൈഷമ്യങ്ങളും മനോവിഷമം കഴിഞ്ഞ കാലത്ത് ചില നിരാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 രാഹുണ്ട്. അപ്പോൾ ആ രാഹുവിനെ കൂടി പരിപോഷിപ്പിച്ച് പോവുക ആയില്യത്തിന്. അങ്ങനെയാണെങ്കിൽ അത് എല്ലാം സഫലമാവും. ഇനി പറയുന്നത് കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം അവസാന ഭാഗം, ചതയം, പൂരുരുട്ടാതി, മുക്കാലാണ്. നിങ്ങൾക്ക് വേഴം സർവേശ്വരകാരകനായിട്ടുള്ള വേഴം 5 നിൽക്കുന്നു. ഈ വേഴത്തിൻ്റെ ചുമതല നിങ്ങൾ കുംഭരാശിയെ സംബന്ധിച്ച് അവിഷ്ടസ്ഥാനത്തിൻ്റെ ചുമതലയുണ്ട്. ധനാധിപൻ 2ാം ഭാവം ധനം, അപ്പോൾ അതിൻ്റെ ചുമതല വഹിച്ചുകൊണ്ടാണ് 5 നിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ, ഇപ്പോൾ അനുഭവത്തിൽ എന്തെങ്കിലും നിരാശയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മറ്റൊരവസ്ഥയാണ്. അത് നാഗരാജ പ്രീതി കൂടി ചെയ്യണം. നിങ്ങളുടെ രാശിയിൽ ഈ അനന്തൻ്റെ നിൽപ്പ് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആയില്യത്തിന് മുടങ്ങാതെ നാഗർക്ക് മഞ്ഞൾപ്പൊടി, പാലഭിഷേകം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള അർച്ചനകളുമൊക്കെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ ഭാഗ്യവർദ്ധനവുണ്ടാവും. സന്താന ഭാഗ്യം, പിന്നെ സന്താനങ്ങളുടെ അവരുടെ വിദ്യാഭ്യാസം, ഉദ്യോഗലബ്ധി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ 5 നിൽക്കുന്ന വേഴം സൂചിപ്പിക്കുന്നു. ഭാഗ്യാനുഭവങ്ങളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഓണ ആശംസകൾ നേരുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.